Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് പാൻകേക്ക് ആട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻകേക്ക് ആണ്. ഇത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനത്തെ പാൻകേക്ക്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇത് 125 ml കപ്പാട്ടോ. ഇതൊന്ന് അരിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതെനിക്ക് കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അത് മറ്റേ കൊക്കോ പൗഡറിൻ്റെ കട്ടയാണ്. ഇത് ഒന്നും കൂടെ സ്പൂൺ കൊണ്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ട, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം പൗഡർ ഷുഗർ ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അലിയിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കരുത്. ഞാൻ അതിൻ്റെ അകത്തേക്ക് മുഴുവൻ പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചറും ഇത് തന്നെയാണ്. ഇതിങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ റിബൺ കണക്ക് വരണം. അതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇതിന് നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചൂടായിട്ടിരിക്കുക. ചൂടായതിന് ശേഷം ഇതൊന്ന് തീ ഒന്ന് കുറച്ച് വെക്കാം. അതിനുശേഷം ഈ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ തവിയും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് തിക്കായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിൻ്റെ അകത്ത് കുറച്ച് പാല് ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് പരത്തി കൊടുക്കണ്ട. ഇത് ഒഴിച്ചിട്ട് ഇങ്ങനെ തന്നെ വെച്ച് വെച്ചാൽ മതി. ലോ ഫ്ലെയിം ആക്കിയിടുക. ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ മൂത്ത് വരും കേട്ടോ. അത് നമ്മൾ ഒന്ന് മറിച്ചിടണത് മോൾ വെച്ചോ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലിടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. അതല്ല അതിന് കരിഞ്ഞു പോകും. ഇത് കണക്കെ. അപ്പോൾ ഞാൻ ഈ പാൻകേക്ക് എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അത്രയും മാവ് കൊണ്ട് എനിക്ക് 5 പാൻകേക്ക് ആട്ടോ കിട്ടിയേക്കുന്നത്. ഇനി ഇതിനൊരു സിറപ്പ് ഉണ്ടാക്കണം. സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് അലിയിച്ചെടുക്കണം. തീ കുറച്ച് വെക്കാം. ചെറിയ തീയിലിട്ടിട്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് സാധാരണ ഇങ്ങനത്തെ സിറപ്പ് അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സിറപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ പാൻകേക്ക് കഴിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാൻകേക്ക് സിറപ്പ് അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ തേൻ അതിൻ്റെയൊക്കെ കൂടെയാണ് കഴിക്കാറ്. അപ്പോൾ ഞാൻ അതിന് പകരം ഞാൻ ഇതുപോലെ ഉണ്ടാക്കില്ല. പഞ്ചസാര അലിച്ചതിന് ശേഷം ഇപ്പോൾ ഈ സിറപ്പ് ഒന്ന് ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒഴിച്ചിരിക്കുന്ന വെള്ളം ഒന്ന് കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. 1/2 ടീസ്പൂണൊക്കെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർക്കാം. ഒരു തുള്ളി ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും വാനിലയുടെ. ഇത് മിക്സ് ചെയ്യാം. ഇത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇതിൻ്റെ അകത്ത് കിടന്ന് അലിഞ്ഞോളൂ കേട്ടോ. അത് നല്ല ചൂടുള്ള ഇതല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരിക. ചൂടോട് കൂടി തന്നെ വേണം ബട്ടർ ചേർക്കാനായിട്ട്.
അപ്പോൾ നമ്മുടെ സിറപ്പും റെഡി ആയിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ഗാർണിഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിള്ളേരെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ പിള്ളേരെന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ എന്തെങ്കിലും കാണിച്ചാലൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാനും ഇതുപോലെ ഒരു കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്രല ഒഴിച്ചാലും മതി കേട്ടോ. ന്യൂട്രല വെച്ചിട്ട് അതിൻ്റെ പുറമേ ഒന്ന് ഇതുപോലെ തന്നെ ആക്കി കൊടുത്താൽ മതി. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സിറപ്പ് ഇത് അബ്സോർബ് ചെയ്യണം. ഇങ്ങനെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ ഇത്. ഇത് കഴിക്കുമ്പോൾ ആ സിറപ്പോട് കൂടി തന്നെ വേണം നമുക്ക് കഴിക്കാനായിട്ട്. ഉണ്ടോ, നല്ല സോഫ്റ്റാണത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.